എന്താ ബ്രോ? ചന്ദ്രനല്ലേ? പോയാ? ഹലോ സൂര്യ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. എന്താ നിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നേ? അടിയാണോ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ചന്ദ്ര, സീരിയസ് കാര്യമല്ലെങ്കിൽ സീരിയസ് കാര്യമാണോ? പ്രൈവസിയാ? ഓക്കെ ഓക്കെ. ഞാനാ ഷമീറ. ഓക്കെ ഓക്കെ, ഞാൻ ഓക്കെ 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 ഓക്കെ. സൂര്യ ഇങ്ങോ? സൂര്യ അലീന ഇങ്ങ് വാ. നീ താരനെ കണ്ടായിരുന്നോ? അവൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ, ഒരു ഇടിയ. ആ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നിക്ക് നിക്ക്. You have reached an automated voice messaging system. 1 2 2. ഇല്ലല്ലോ, താരില്ലല്ലോ. അല്ല, നിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ നിന്റെ അച്ഛനോട്. നിന്റെ നമ്മളെ മുമ്പത്തെ കുറച്ച് കണക്ക് തീർക്കാനുണ്ടല്ലോ എനിക്ക്. അതെങ്ങനെ മുടിഞ്ച്? എന്താന്ന്? അല്ല, എന്താ അവര് തമ്മിൽ എന്താ പ്രശ്നം? അല്ല, നീ അപ്പൊ ഫാമിലി അല്ലേ? ആ, എന്താ നിന്റെ പേരിലുള്ള അടിയാണോ? പിന്നെ ആര്? ഓ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആ, ഡൈവേഴ്സ് ആവോ? ഷമീർ ഡാനിഷ് എന്ന് പറ. ഡാനിഷ് ആനിവേഴ്സറി ആണോ ഇവരെ? ആനിവേഴ്സറി ആണോ ഇവരെ? GH പോവാൻ. ആ, ഫോർത്ത്. ആ, എടുത്ത്. എപ്പോ? ഞാൻ നിനക്ക് പൈസ എന്തൊക്കെ തന്നായിരുന്നാ? ഇല്ലല്ലോ. ആ, അല്ല, ഞാൻ മറന്നുപോയി. നമ്മളെ ലാസ്റ്റത്തെ ഡീൽ എന്താന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. GH പോവാ. ആ ആ, എന്നിട്ട് നീ എന്തോ വീഡിയോ എടുത്തെന്തോ നീ എന്തോ എന്നോട് ചെയ്തിട്ടുണ്ട്. മറന്നിക്കോന്നാ? നീ എന്തോ എന്നോട് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു തെറ്റ് നീ എന്നോട് ചെയ്തിട്ടുണ്ട്. അത് എന്താ? ഉണ്ട്. നീ എന്തോ ഒരു തെറ്റ് എന്നോട് ചെയ്തിട്ടുണ്ട്. പ്രശ്നത്തെ പറ്റി സംസാരിക്കുന്നല്ല. എന്തോ ഒരു പ്രതികാരം ആടുണ്ട്. നിന്റെ ആയിട്ട് എന്തോ ഒരു പ്രതികാരം ഉണ്ട്. പക്ഷെ എന്താന്ന് ഞാൻ മറന്നുപോയി. എങ്ങനെ? ഉറപ്പാണോ? 100%? താര നോക്കിട്ട് എന്ത് പറയാ? നീ എന്റെ സൈഡ് നിക്കടാ സൂര്യ. ഞാൻ നിനക്ക് എന്തെല്ലാം തരും. എടാ തരും. നീ പക്ഷെ എന്റെ കൂടെ നിക്കണം. നീ എന്റെ കൂടെ നിൽക്കുന്നില്ല. നീ ഓളെ സ്പൈ ആയിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് എന്താ കാര്യം? നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. മനസ്സിലായി? നിന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇപ്പൊ നിന്നെ പൊക്കി പറയാൻ പോയത്. പക്ഷെ നീ എന്റെ കൂടെ നിൽക്കണം. ഉറപ്പാണോ? ഉറപ്പല്ലേ? ആ, ഓക്കെ. ആ, എന്നാ ഓക്കെ. എന്നാ പിന്നെ ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ നിന്റെ അച്ഛനോട് പറയാം നിന്നെ കുറിച്ച്. അത് തീരട്ടെ. ഞാൻ ഒരു വണ്ടി എടുക്കട്ടെ. ഏത് വണ്ടി? ഏതാ കാണിച്ചേ? അടുത്തൊരു മിനിറ്റ്. ഹലോ കുട്ടി, പേരെന്താ? ഒലീവിയ.
ഒലീവിയ ഞാൻ നല്ല കേട്ട് പരിചയമുണ്ടല്ലോ. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ആ എന്താ പേരെന്താ? എൻ്റെ പേര് ഷമീർ. ആ കേട്ടിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടുണ്ടോ അറിയാം. എങ്ങനെ? ആ അറിയാം, സുജി അറിയാം. നമ്മൾ മുമ്പ് ബന്ധമുണ്ടായിരുന്നോ എന്തെങ്കിലും? ഇല്ല ഇല്ലേ. താരനെ അറിയോ? താരനെ അറിയില്ല. അറിയില്ലേ? എന്നാ നമ്പർ തരുമോ? ഫോൺ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാലോ. എന്നെയോ? ആ എന്തെങ്കിലും ഇപ്പൊ അർജന്റ് സിറ്റുവേഷൻ, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ എന്തായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാലോ. എനിക്ക് അങ്ങനെ അത്യാവശ്യം ആവശ്യങ്ങളൊന്നും വരാറില്ല. അനക്ക് വരുത്തുണ്ട്, അനക്ക് മൂലക്കുരു ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരുത്തുണ്ട്. അമ്മേന്റെ ഗേൾഫ്രണ്ട് അല്ലേ താര? അതെങ്ങനെ എനിക്കറിയാം? അതൊക്കെ എനിക്കറിയാം. ഞാൻ എങ്ങനെ? ചുമ്മാ താരനെ അറിയില്ലാന്ന് എന്താ വായിന്ന് വരുന്നെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാ. എനിക്ക് താരനെ അറിയാം. താരയായിട്ടപ്പോ നിനക്ക് പരിചയമുണ്ടോ? പരിചയമുണ്ട്. പറ്റിച്ചേ. വളരെ മോശം. എന്ത് മോശം? ഒരു മിനിറ്റ്. സൂര്യ 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 സൂര്യയുടെ സൂര്യ എടാ കൊച്ചേ, എടാ സൂര്യ കൊച്ചുരിപ്പേ, അത് കൊടുത്തത്. ഒരു മിനിറ്റ് മോളെ, ഒരു മിനിറ്റ്. ഇത് പ്രാങ്കാന്ന് അറിയിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഓനെ കൂട്ടിയിട്ട് വരാം. കാരണം ഓനാന്ന് പറഞ്ഞത് ഇങ്ങനെ പ്രാങ്ക് ചെയ്യും. ഇതാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അത് കൊടുത്തു ഓന്. എവിടെയെന്നാ ഓടിപ്പോയത്? അത് എവിടെ ഓടിപ്പോയത്? നിക്ക് 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 നിക്ക്. ആ സൂര്യ ഇങ്ങോട്ട് വാ, ഒലീവിയന്റെ അടുത്ത് വാ. നേരത്തെ കാറ് കണ്ട സ്ഥലം. വാ വാ വാ. ഞാൻ ഒന്നും പറയുന്നില്ല, നീ ഓനോട് ചോദിച്ചാ മതി. മനസ്സിലായ? അപ്പൊ എനിക്ക് തിരിഞ്ഞോളൂ. സൂര്യ ഇപ്പൊ വിശ്വാസമായല്ല, അതാ ഞാൻ പറഞ്ഞത്. സൂര്യ ആ വെറുതെ അതിന് താരന്റെ അടുത്തൊന്നും പോയി പറയാൻ നിൽക്കണ്ട. സൂര്യ നീങ്ങൊന്ന. സൂര്യ നമ്മൾ ഇങ്ങനെ പോയാൽ നമുക്ക് നല്ല അങ്കും ഉപകാരമാണ്, നിങ്ങൾക്കും ഉപകാരമാണ്. മനസ്സിലായ? ആ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം. ആ നിങ്ങക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരും. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് പോയാൽ നിനക്കും ഗുണമുണ്ട്, അനക്കും ഗുണമുണ്ട്. അപ്പൊ നിന്റെ കാർ എടുത്തേ, ഓടിച്ചു നോക്കട്ടെ. ആരും കാണാച്ച് ഇതില് ബൈക്കും ഉണ്ട്. ഞാൻ ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഒലിവിയ വരുന്നോ ഫ്രീ ആണെങ്കിൽ? വരുന്നോ? കേറുന്നോ? വാ വാ വാ. കേറിയാ? അല്ല ഓള് എന്താ വിളി? ഇതെന്താ സംഭവം? ആ ഓക്കെ 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 ഓക്കെ. ഇതെന്താ ഇത്? എടാ നായി. ഓക്കെ. അയ്യോ എടാ ഇതെന്താ ഇത്? എടാ എന്തോ എഴുതി കാണിക്കുന്നത്. ആ ഓക്കെ 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 ഓക്കെ. ഗാരേജ് സ്റ്റോർ കനോട്ട് വെഹിക്കിൾ ഇയർ. അതെന്താ? വെഹിക്കിൾ കീ അതൊന്നും എൻ്റെ അടുത്തില്ല. വണ്ടീന്റെ ഉള്ളിലോ? നീ ഓടിച്ചോ? നീ വണ്ടി ഓടിക്കും. ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തന്നാൽ മതി, എന്നാലും ഇത് റെഡി ആവും തോന്നുന്നു. അല്ല എനിക്ക് ലൈസൻസ് എല്ലാം ഉണ്ടാ? ആ
ആ എന്നെ നിർത്ത് ഇതെന്താ ഓട്ടർഷക്ക് എഞ്ചിൻ വെച്ചതാ, നീ ഒന്ന് നിർത്തിയ നിർത്ത്. ഇത് മറ്റേ ഐസ്ക്രീം മുക്കാൻ പോകുന്ന വണ്ടി പോലെ ഉണ്ടല്ലോ, ഇതാണോ നീ വലിയ പൈസ കൊടുത്തിട്ട് ആഗ്രഹിച്ചു വാങ്ങിയ വണ്ടി? കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇതെന്താ യു ഹാവ് യൂസ്ഡ് ഓൾ ഹോട്ട് വെയർ അറ്റംപ്റ്റ്സ് ഓൺ ദിസ് വെഹിക്കിൾ. ഇതെന്താ വണ്ടി എടാ? എന്താ എഫ് നക്കി ഞാൻ ഇറങ്ങി, പക്ഷെ കഴിഞ്ഞില്ല, ആകുന്നില്ല മോനെ ഇത്. ഹലോ ഇത് ട്രക്കോ? ഇത് ട്രക്ക് ഇവന്റെ സൂര്യന്റെ ടെസ്ല പോലെ സെർല സൂര്യന്റെ പുതിയ വണ്ടി. എങ്ങനെ എടാ കഴിഞ്ഞ ഇത് കേറാൻ പറ്റുന്നില്ലടാ. കിട്ടി. ഇടല്ലേ ഡ്രൈവിംഗ് സീറ്റ് ഇടല്ലേ? അൺലോക്ക് ചെയ്യാനേ. അതിന് ഇതിൽ ഏതാന്ന് ചാവിന്ന് നമുക്ക് അറിയില്ലടാ. ഇതാണോ? സൂര്യ. വാ കേറ്. ഓക്കെ അത് ഫ്രീ, അച്ഛനോട് ഫ്രീ ആയെന്ന് ചോദിക്കേ. ഓക്കെ GH പോവാം. അതിനിത് ഞാൻ ആരെ വിളിക്കണ്ട ഇപ്പൊ GH കാണാൻ വേണ്ടിട്ട്? വെയിറ്റ്. ഇത് കൊള്ളാട്ടോ വണ്ടി. മല കയറി നോക്കട്ടെ. നീ എന്നെ ബ്ലോക്ക്. എടാ എനിക്ക് ഓക്കെ GH നീ ആയിപ്പോ ആരെ വിളിക്കേണ്ടത് നമുക്ക് അറിയില്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? GH എവിടെയെന്നോ നമുക്ക് അറിയില്ല. I was in a bad mood. മറന്നു പോകുമ്പോ ഓർത്ത് വെക്കാൻ കാലം മുറിച്ച മുറിവുണ്ട്, അതിൽ മലക്കുകൾക്കായി വെച്ച സോറി ബ്രോ. സോറി അല്ലാ ബ്രോ, സോറി കേട്ടോ. ഹലോ, സോറി കേട്ടോ ബ്രോ. ഷമീർ, സോറി കേട്ടോ. ബ്രോന്റെ പേരെന്താ? മെക്സിക്കൻ ആഷർ അല്ലേ? ഓക്കെ. എപ്പോ? ഇല്ല. നമ്മളെ ഇവിടെ കടലടുത്ത് പണ്ട് ഡൂഡുച്ചീനൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കളിയൊക്കെ ഓർക്കുന്നില്ലേ? എന്ത് പറഞ്ഞിട്ട്? നിങ്ങളെ നിങ്ങൾ എന്റെ അടുത്ത് പരിചയപ്പെട്ടപ്പോഴത്തേക്ക് നിങ്ങള് കണ്ണൂർ കിങ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കണ്ണൂർ കിങ്ങിനെ അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു കണ്ണൂരിൽ രാജഭരണം അല്ലല്ലോ, ഡെമോക്രാറ്റിക് ഭരണം അല്ലേന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്റെ പേര് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മെക്സിക്കൻ ആക്ഷൻ. അപ്പൊ എന്റെ പഴയ നാമമായ ഡൂഡൂച്ചിന്ന് പേര് ബാക്കിയുള്ളവര് പറഞ്ഞു. അപ്പൊ അത് കാരണം അവിടെ ഇങ്ങനെ സംസാരമായി. പിന്നെ നമ്മൾ അങ്ങോട്ട് പറയുന്നത് പിന്നെ അല്ലാതെ പരിചയപ്പെട്ടായിരുന്നു. സുഖല്ലേ? സുഖം. കണ്ണൂർ കിങ് ആണ്. Wait. I was in a bad mood. മറന്നു പോകുമ്പോ ഓർത്ത് വെക്കാൻ കാലം മുറിച്ച മുറിവുണ്ട്, അതിൽ മനസ്സുകൾക്കായി. ഷെയ്ക്കാടല്ലേ? ഷമീറാണത്? പിന്നെ ആര്? നീ എവിടെ? ഞാൻ ഇത് ഇടാൻ മുതുക്കിലുണ്ട്. വാ. I was in a bad mood like മറന്നു പോകുമ്പോ ഓർത്ത് വെക്കാൻ കാലം മുറിച്ച മുറിവുണ്ട്, അതിൽ അടി സൂര്യബോസ് അവിടെ പോയി. നിക്ക്
സൂര്യ ബോസ്. ഓന്റെ വണ്ടിയല്ല അത്. നിക്ക് 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 നിക്ക്. ഗ്രീൻ സ്ക്രീനോ? ഗ്രീൻ സ്ക്രീൻ എവിടെയാന്ന് ഞാൻ പറഞ്ഞോ? 8164. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പോയാലേ അടുത്ത പ്രശ്നം തീരും. നോ ഗോ നോ ഗോ. അതെന്താ അതെന്താ അതെന്താ? ഞാൻ പോയാലെന്താ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് മൂത്രം വയ്ക്കട്ടെ ഗൈസ്. വെയിറ്റ് വെയിറ്റ്. ഹലോ ബ്രോ. ഓക്കെ ഞാൻ ഒന്ന് മൂത്രം വയ്ക്കട്ടെ. എടാ നല്ല മഴാട്ടാ, അടിപൊളി മഴ ഒത്തേ. നിർത്തടായി. ഗൈസ് എന്തൊരു എന്താ ഞാൻ ചെയ്യുന്നു? ഓക്കെ എടാ, അടിപൊളി മഴ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കറിയില്ല. അടിപൊളി മഴ മനുഷ്യ, അങ്ങനത്തെ മഴ. വെയിറ്റ് ഫോർ ഷെയ്ക്ക്. ആ ഷെയ്ക്ക് വന്നിട്ട് പോകുന്നതിൻ്റെ കാര്യം പറയുന്നത്. ഹലോ ബ്രോ, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഇതാരാ? ഹലോ ബ്രോ. ബ്രോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങോ? എന്താ? നിങ്ങളെ മുഖം ഒന്ന് കാണാനായിരുന്നു. ഞാൻ കാറിന്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് എന്താ അവള്. നിങ്ങളെ പേരെന്താ? ഡെന്നിച്ചനോ? ശരിക്കും വന്നോ? മറന്നു പോകുമ്പോ ഓർത്ത് വെക്കാൻ. എന്താണ് ബിലാലെ? സുഖം 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 സുഖം. കൊറേ കാലായി. അല്ല ഇതേതാ? അല്ല ഇതേപോലത്തെ വണ്ടി സൂര്യന്റെ ഉണ്ടല്ലോ. ഇതേതാ വണ്ടി? ഇത് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയതാണ്. അങ്ക് സൂര്യ ഓടിക്കാൻ തന്നാണ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിട്ട്. സൂര്യന്റെ വണ്ടിയാണത്. സൂര്യന്റെ വണ്ടിയാണിത്. ബാക്കില് ബൈക്കും ഉണ്ട് ഓനെ ഒളിച്ചോടാൻ വേണ്ടി. താര ഇന്നില്ലെന്ന് തോന്നുന്നു. ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ കൊറേ വിളിച്ചു. ഏത് ആരുടെ കൂടെ? നിന്നെപ്പോ അങ്ങനെ ഇതില്ലാന്നാ പറഞ്ഞത്. നീ ഇപ്പൊ ഇങ്ങനൊരു തിരിച്ചുവരവൊന്നും ഉണ്ടാവില്ല, മടക്കം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പം താര വേറെ ആരല്ലോ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടെ. ഏതാന്നോനെ? ആരാന്നത്? സത്യം പറഞ്ഞ അത് ബിലാല് നീ പോയപ്പോ ട്രൈ ചെയ്തിരിക്കാം. ബിലാലെ നീങ്ങ വന്നേ. ഇതെന്താ അടിക്കാനും പറ്റുന്നില്ല ഈ നായിന? നീങ്ങ, നിന്നോടൊക്കെ കുറച്ച് പറയാണ്ട്. വാ ശയിക്ക. അല്ല നീ ഇതെന്താണിത്? നീ ഓളെ താര അല്ല ഓക്കെ ഒന്നുമില്ല. താരനെ കണ്ടായിരുന്നോ നീ? ഞാൻ പോയിട്ടില്ല. നീ ഇന്നേ വരെ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ല. ബിലാലെ
നിങ്ങക്ക് എന്തെങ്കിലും കല്യാണം കഴിഞ്ഞോ? അഭിനയ ഓസ്കാർ അഭിനയന്റെ ഇല്ല, ഞാൻ താരയും തമ്മിലൊരു പ്രശ്നമില്ല, അല്ല ഒരു ബന്ധവുമില്ല. അപ്പൊ നിങ്ങക്ക് താരയായിട്ട് ഇപ്പൊ ഒരു ബന്ധവുമില്ല? അല്ല പണ്ടും പുറത്തിറങ്ങി ബിലാലെ ഒന്ന് വന്നാണ് നീ എന്താ എക്സാലിട്ട് ഭൂമി ബേബി വേറെ അല്ല പറഞ്ഞ പോലെ ഭൂമി എവിടെ പോയി ചോദിക്കാൻ? ഭൂമി എവിടെ പോയി എനിക്ക് അറിയില്ലട്ടാ. ഭൂമിയൊക്കെ അങ്ങ് പോയി. വേറെ ഭൂമിന്റെ വേറെ ഞാൻ വിചാരിക്കുന്നത് വേറെ അറിയുന്നോ? ഞാൻ വിചാരിക്കുന്നത് ഞാൻ സാധാരണ അല്ല നീ അപ്പൊ നിനക്കിപ്പോ ഹാർട്ട് ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ ഭൂമിയായിട്ട് ചോദിക്കാൻ? അല്ല ഭൂമിയായിട്ട് നിനക്കിപ്പോ ഒന്നും ഇല്ലല്ലോ? അല്ല ഭൂമിയായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പൊ വേറെ അല്ല അപ്പൊ വേറെ ആൾക്കാർ നോക്കുന്നോണ്ട് എന്താ കുഴപ്പം? അല്ല അത് അങ്ങനെ പറ്റൂല. നമ്മള് ഒരു നല്ല ഇതിന് അല്ല നീ അതിന് വിട്ടല്ലോടാ, പിന്നെന്താ കുഴപ്പം? ബിലാലിനെ പോലത്തെ ഒരുത്തം നോക്കുന്നോണ്ടായിരിക്കും നിനക്ക് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ മനസ്സിലായി 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 മനസ്സിലായി. അതെ 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 അതെ. താര ലൈഫിൽ ഊമ്പി തട്ടി പോണെന്ന് നീ വിചാരിക്കോ? ഇല്ല ഇല്ല അതെ അല്ല അല്ല അത് സത്യ ബിലാല. നിനക്ക് അത് അറിയാത്തോണ്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മളെ കാട്ടി താഴെയുള്ളത് ഓക്കെ. ഇത് എന്താ പറയാ, ഒരു അത്രയും ഇതായി കഴിഞ്ഞാ പിന്നെ നമുക്ക് ഭയങ്കര വിഷമം വരും. മനസ്സിലാ? അപ്പൊ അപ്പാപ്പന്റെ ഓളി ഇവനെ എടുത്താ? അല്ല നിങ്ങൾ ഈ 3 ഇഞ്ചിന്റെ താടിയും മുടിയെല്ലാം കെട്ടി നടക്കല് മാത്രമേ ഉള്ളൂ നിങ്ങളൊരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്ക് എടുത്തായിരുന്നു. അവിടുന്ന് ഇപ്പൊ ട്രാൻസ്ഫർ അല്ല ഇതെന്താണ് ഇത് സൊസൈറ്റിന്ന് ലോൺ എടുത്തതാ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി? നിങ്ങൾക്കൊരു ഇതില്ലേ, ഇത് പറയാൻ വേണ്ടി ഒരു നാണം തോന്നുന്നില്ലേ നിങ്ങക്ക്? എന്റെ പൊന്നു മോനെ ഞാൻ എന്തോ ചെയ്യാ? അവള് പറഞ്ഞത് അത് നിങ്ങളെ ഈ 2 ഇഞ്ചും കൊണ്ട് നടക്കേറ്റായിരിക്കും. അല്ല സോറി, ഈ നിങ്ങളെ താടിയെല്ലാം ഉള്ളോണ്ടായിരിക്കും. താടി ഒന്നും കളയാൻ പറ്റത്തില്ല. കണ്ട പെൺപിള്ളേർക്ക് വേണ്ടി താടി കളയാൻ പറ്റും. എന്നാലും ഈ പറഞ്ഞ പോലെ നീ താടി അത് വിട്, ആവശ്യം വിട്. നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. എന്താ താരം അങ്ങനെ വേറെ ഒരുത്തന്റെ കൂടിയും പോകൂല. അത് നമുക്ക് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. കാണാ മോനെ, പെണ്ണാണോ വിശ്വസിക്കരുത്. ആര് പറഞ്ഞു ഇതൊക്കെ? ഞാൻ തന്നെ കേട്ടില്ലേ, ഞാൻ തന്നെ പറയുന്നു. പെണ്ണാണോ വിശ്വസിക്കരുത്. അത് അങ്ങനത്തെ പെമ്പിള്ളേരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ പെമ്പിള്ളേരുണ്ട്. പക്ഷെ നേരത്തെ എല്ലാരും അങ്ങനെയല്ല. മനസ്സിലായോ? താര കൊച്ചു നല്ല കൊച്ചാണ്, ഞാൻ സമ്മതിച്ചേ. എന്താ ബിലാലെ? എവിടെ തേടക്കാറാന്? അനക്കൊന്നും കാണുന്നില്ല. തേടക്കാറാന് ഇവർ പറയുന്നേ? കേറാനോ? തേടക്കാറാന് പറയുന്നേ? ഈ ഗ്രീൻ സ്ക്രീൻ അണ്ടി എന്റെ പേരാൻ തുടങ്ങിയത്. ഓക്കെ എന്താടാ PL ഉണ്ടാ? PL അല്ല, എന്റെ FPS അല്ല 51 എന്തോ. PL ഇട്ടാ വണ്ടി നീയല്ലേ? കോളേജ് നീയാണോ? കോളേജിൽ ഞാനാ. നമുക്ക് ഇവിടെ ആരെയും കാണുന്നില്ല, വണ്ടിയും കാണുന്നില്ല. ഞാൻ അവിടെ വണ്ടി നീങ്ങ പുറത്തു അവിടെ ഈ പമ്പിന്റെ വരുന്നത്. I was in a bad mood like മറന്നു പോകുമ്പോ ഓർത്ത് വെക്കാനായി കാലം മുറിച്ച മുറിവുണ്ട് മലക്കുകൾക്കായി കാത്ത് വെച്ച തോക്കാരെടുത്ത കഥ പറഞ്ഞു. ബാബാ 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 എവിടെ? നമ്മളെ പുതിയ വീട് കാണാൻ പോവാ. എന്നോട് സംസാരിക്കണം? അത് പറ. പോയാലേ അയ്യോ, ഞാൻ ഷെയ്ഖിന്റെ വണ്ടിക്കാണല്ലോ. എങ്ങനെയായാലും ഈ മൈക്കിലായിരിക്കും കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഹെഡ്ഫോൺ മൈക്കിന്റെ ആവശ്യമില്ല. എടാ എന്റെ വോയിസ് എല്ലാം ക്ലിയർ അല്ലടാ? ആണ്. എവിടെ നമ്മളെ ഇസ്മായിൽ ഉസ്മാനല്ലോ? ഉസ്മാൻ കുറച്ച് ആൾക്ക് ഇസ്മായിലിന് ഇന്നൊരു
ചെറിയൊരു ഒരു കോളി ആണോ ആ നേര് വരും അല്ല ഉസ്മാൻ പ്രശ്നമായിട്ട് നിൽക്കില്ലേ ആ മനസ്സിലായി പ്രായപൂർത്തിയായിട്ടില്ല. മനസ്സിലായി. അതെ അപ്പൊ അവന്റെ ഇത് കഴിയണേ ഇനിയിപ്പം പ്രായപൂർത്തിയായ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ അവന് വരാൻ പറ്റത്തുള്ളൂ. അതെ ഞാൻ പറയുന്നത് എന്താ അറിയോ, നീ ഒരു കുണ്ടനാണ് ബിലാലെ. അല്ല അപ്പൊ ആര്യ ബേബി ഇതൊക്കെയോ അപ്പൊ അതൊക്കെയോ അതെല്ലാം വെറുതെ മറക്കുന്നേന്ന് മനസ്സിലായി. ഇവൻ കുണ്ടനല്ലാന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഇവൻ വെറുതെ മറക്കുന്നേന്നല്ലോ. ഞാൻ കുണ്ടനല്ല, റാമോന്റെ അടുത്ത് ചോദിച്ചോളൂ. എന്താ റാംബോ ഇന്നെ അല്ല ഞാൻ പറയാ അല്ല റാംബോക്ക് എങ്ങനെയാ അറിയാം നിങ്ങള് തമ്മില്? അല്ല ഞങ്ങള് ഭയങ്കര ദോസ്തല്ലേ. ദോസ്ത് എന്ന് പറയുമ്പോ എന്ത് ഞങ്ങള് കമ്മല ഭയങ്കര കമ്പനിയാ. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ ഇങ്ങനെ ഓക്കെ വേറൊന്നല്ലോ. അല്ല ഷെമീർക്ക് എടാ നമ്മളെ ലേയ എവിടെയാടാ? ലയണ്ടായി കമ്മിറ്റുണ്ടായി. അതാണ് ഇതെന്താണിത്? ഷെമീർക്ക് അതന്നെ പറഞ്ഞ നിങ്ങള് ഫീൽഡ് ഔട്ട് ആയപ്പോ നിങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ അടിച്ചുകൊണ്ടുപോയി. മോനെ ഞാൻ തിരിച്ചു പിടിക്കും. അന്റെ പോയ ഓരോ പെമ്പിള്ളേരെയും ഞാൻ തിരിച്ചു പിടിക്കും. ലേന്റെ നമ്പർ ഉണ്ടാ? ലേപ്പുണ്ടാ? വിളിച്ചോടാ ഒന്ന് വിളി. അത് അങ്ങനെയാണല്ലോ, ഇത് അങ്ങനെയാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. മിക്കതും ലയുണ്ടായി. ഇയാളെന്തായി പറഞ്ഞോണ്ടിരിക്കുന്ന ജീവിതം എന്നെല്ലാം പറഞ്ഞിട്ട് വിളിക്കുക കൊണ്ടുപോയാ ഇത് ഞാൻ അന്നേരം ഒന്ന് അല്ല ലയ. പക്ഷെ ഞാനുമായിട്ട് ഒരു പകുതിയോളം കമ്മിറ്റഡ് ആയതാണ്. ഒരു അരമണിക്കൂർ അപ്പാപ്പന്റെ അവസ്ഥ. അപ്പാപ്പന്റെ പെണ്ണിന്റെ മേക്കടിച്ചോണ്ട് പോയില്ലേ? എങ്ങനെ അപ്പാപ്പന്റെ പെണ്ണിന്റെ മേക്കടിച്ചോണ്ട് പോയി ആര്യാണ്. അപ്പൊ ഇവ മാക്കിന്റെ പെണ്ണോ? ഒഴിവാക്കി. എന്തിന്? അതിപ്പോ അങ്ങനൊക്കെ ചോദിച്ചാ ഇതിപ്പോ ഒരു കുൽസിത ഒരു മിനിറ്റ് ഇതിപ്പോ മൊത്തം ഒരു കുൽസിത ഇതായി മാറിയല്ലോ. മൊത്തം അവിഹിതം നീ ഇതൊന്നും അറിയാതെ പോയിട്ട് ഐസിറ്റി. എന്നാലും ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യോ? ഞാൻ സാറിന് എത്ര സെറ്റാക്കാൻ നോക്കിയതാ, എന്റെ ഓളെ എനിക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഇസ്മായിലിന് പറഞ്ഞ ആ കുണ്ടൻ എങ്ങനെ എന്ത് എല്ലാരും ഒന്ന് കാണണം. എല്ലാരും ഞാൻ ഒന്ന് കാണട്ടെ. ഇപ്പത്തെ ഒരു സ്ട്രാറ്റജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മായിലിന്റെ കൂടെ ആരുണ്ട്? ആര്? ഒരു മിനിറ്റ് അപ്പൊ ഒരു മിനിറ്റ്. ഈ അണ്ടി ഞാൻ ഒന്ന് ശരിയാക്കട്ടെ. ഈ അണ്ടി ഉണ്ടല്ലോ ഓക്കെ നോക്കി തിരിഞ്ഞോ. ആ പറ. ഇസ്മായിലിന്റെ കൂടെ സാറയുണ്ട്. ആ പിന്നെ എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഓൾറെഡി ഇങ്ങനെ അലമ്പായ സ്ഥിതിക്ക് ഇതിപ്പോ ആരോടും ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഈ ലോയാലിറ്റി എല്ലാം ആകെ എനിക്കും താരക്കും അല്ലാണ്ട് വേറെ ആർക്കും ഇത് ഇവിടെ ഞാൻ കണ്ട നമ്മളെ ഇവിടെ ആർക്കും ഇല്ല. നിങ്ങൾക്കാണെങ്കിലും ഇല്ല, മാക്കിനാണെങ്കിലും ഇല്ല, പെമ്പിള്ളേർ ഇങ്ങനെ ആയല്ലോ. അല്ലെങ്കിൽ പെമ്പിള്ളേർ ഇങ്ങനെ ആണല്ലോ അല്ലേ? അപ്പൊ പിന്നെ ഞാന് എല്ലാരും ഞാൻ വളച്ച കുഴപ്പമില്ലല്ലോ. കാരണം എല്ലാരും ഈ പറഞ്ഞ പോലെ ആരത് നീ ലോയാലിറ്റിയുടെ കേസല്ലേ ഇപ്പൊ 2 സെക്കൻഡ് മുന്നേ പറഞ്ഞേ? ലോയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ അതാരാണ് ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ സെറ്റ് ഇതാരാ ഇതാരാള്? ഞാൻ പെട്ടെന്ന് ഗോഡ് ഫാദർ ആന്ന് വിചാരിച്ചിട്ട് വന്നതാ. അല്ല അല്ലേ ആ ലുക്ക് ഉണ്ട്. ഞാൻ ഷൂട്ടിംഗ് എല്ലാം നിർത്തിയാ. പുള്ളിയുടെ പേരെന്താ പറഞ്ഞേ? നമ്മളെ റോക്ക് സൂട്ട് പുള്ളിന്റെ ആണ്. നമ്മളെ വാറൊക്കെ അടിക്കാൻ പോകുന്ന നിങ്ങളാണോ സാധനം? ആ സാധനത്തില് നിങ്ങളെ കയ്യെ കിട്ടാൻ അല്ല വേണ്ട ബിലാലെ വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അവിടുത്തെ പമ്പ് പൊട്ടി അതിനെന്ത് പറയാനുണ്ട് സാറിന്? അങ്ങനെ ബാത്റൂമിലെ പൈപ്പ് പൊട്ടിയ സംഘം പറയാനുണ്ട്. പറ്റുന്നില്ലെന്നോ? എത്ര പ്രാവശ്യം പരിചയെടുത്തോണ്ട് എന്ത് വർത്തമാനങ്ങൾ പറയുന്നു?
അല്ല പമ്പിന്റെ അടുത്ത് പോകുമ്പോ തന്നെ പൊട്ടിത്തെറിക്കോ? ഞങ്ങളുടെ ഒരു കൺസ്യൂമന്റ് മുടങ്ങി അതിന് കസ്റ്റമർ താൻ തരുവാടോ? വേണ്ട അങ്ങനല്ല, അല്ല അങ്ങനല്ല, ഞങ്ങളുടെ കൺസ്യൂമന്റ് മുടങ്ങി. അല്ലല്ല പ്രശ്നമുണ്ട്. കൺസ്യൂമറിന് പോകുമ്പോ 4 വണ്ടി പൊട്ടിത്തെറിച്ച്. ബിലാലും അപ്പാപ്പനും പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് റെഡിയാക്കി താട്ടാ, ഇല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റേജ് എടുക്കില്ല. സ്ഥലത്തിന്റെ ഓണർഷിപ്പ് എന്റെ ആണെന്നുള്ളൂ. ഞാൻ നിനക്ക് കൺസെപ്റ്റ് അടിക്കാൻ തന്നുള്ളൂ. അല്ല ഭൂമി കൊറേ വാങ്ങിയിട്ടിട്ട് കാര്യമില്ലല്ലോ. അത് അങ്ങനെയല്ല. ഓ അങ്ങനെ. അപ്പൊ ഇത് ഓക്കെ ഓക്കെ, ഞാൻ വേറെന്തല്ലോ ചിന്തിച്ചു. ബ്രോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ബ്രോ, അതിന്റെ നൊത്ത നടുക്കിലൊരു നല്ലൊരു വീടുണ്ട്, ഞങ്ങള് നോട്ടിട്ടുണ്ട്. അത് തരാൻ പറ്റുമോ? കരിങ്കാലനെ കാണാൻ വേണ്ടിട്ട്, കരിങ്കാലയുടെ വീടാണോ അത്? കിടുന്ന വീടാ. വന്നോ ബ്രോ? എന്താണ് കരിങ്കാല? ഇല്ല ഈ റോട്ടിൽ ഞാൻ സംശയം ചോദിക്കട്ടെ, ഈ റോട്ടിലൊക്കെ ജനറേറ്റർ വെച്ചിരിക്കുന്നത് പൊട്ടിത്തെറിക്കുന്ന ജനറേറ്റർ ആരും അവിടെ അൺവാണ്ടഡ് ആയിട്ട് പോണ്ടെന്ന് എഴുതിട്ടായിരിക്കും. അന്നാണ് ഉസ്മാന് പെണ്ണിട്ടി. അല്ല മാച്ചിനെ കണ്ടിട്ട് ഉസ്മാനിന് പെണ്ണ് കിട്ടിയെന്ന് പറയുന്നത് ഉസ്മാൻ നീ ഏതാനേ? ആനല്ലെന്ന് ആനി, അവളെ വിളിക്കാം. ഉസ്മാന്റെ പെണ്ണിനെ പറ്റിപ്പണ്ടേ? ആ വിളിക്ക്. നീ അതല്ലേ പറഞ്ഞ കാലമൊക്കെ വളരെ ഫാസ്റ്റാന്ന് ചെമ്മീറ. നീ പഴയ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റാ. ഇതെന്താന്ന് ഇത് ഉസ്മാന്? ഹലോ ആനെ, എവിടെയല്ലേ നോക്കി. നീ എവിടെ ഉണ്ട്? നീ ഇന്ന് അർജന്റ് ആയിട്ട് ഡബ്ല്യു വരെ വരുമോ? അതായത് നമ്മളെ 50-65. അതന്നെ അതിന്റെ അവിടെ ഗാരേജിന്റെ അവിടെ. പെട്ടെന്ന് വരണേ, ഒരാൾ എന്നെ കാണാൻ വേണ്ടി വെയിറ്റിംഗ്. നിങ്ങള് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? മാച്ച് എന്താ പേര്? ഞാൻ മറന്നേ. എന്റെ പേര് മാക്ബുക്ക്. ചുരുക്കി എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ? ഈ മാറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് പരിപാടികൾ എന്തൊക്കെ ഉണ്ട് ഇടാ? അതിനകത്തുള്ള പരിപാടികളെല്ലാം അമ്യൂസ്മെന്റ് പാർക്ക്, F1 റേസ് ട്രാക്ക് എല്ലാം ഉണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നതാണോ? അതൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ആ F1 റേസ് ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചാൽ മതി, ഞങ്ങൾ ഇവന്റുകളൊക്കെ F1 റേസ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാനാണ് അതിൽ ഫസ്റ്റ് അടിച്ച ആള്. അമ്യൂസ്മെന്റ് പാർക്കില് ഇത് വെള്ളത്തിൽ സാധനം വർക്ക് ചെയ്യോ? ഇപ്പൊ എന്താ പറയാ, ഞാനത് ക്ലോസ് ചെയ്തിരിക്കുക. കാരണം അവിടെ വരുന്നവർക്കൊന്നും ഇപ്പൊ മര്യാദക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ, മൊത്തം യുദ്ധമല്ലേ. അത് ശരി, അവിടെ ഇത്ര പ്രശ്നം അവിടെ മൊത്തം ഡെയിലി പ്രശ്നമല്ലേ. ഏറ്റവും കൂടുതൽ യുദ്ധം അടിച്ചേക്കണം നിങ്ങളാണെന്ന് തോന്നുന്നു. അല്ല അത് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ തന്നെ എന്താ ചെയ്യാ, തിരക്കാണ്. 3 വാറല്ലേ നിങ്ങൾ നടത്തുന്ന അവിടെ? അതെ, നമ്മള് അത് എന്താന്ന് വെച്ചാലേ സ്ഥലത്തിന്റെ സമയപരിധി സ്ഥലപരിധി ഉള്ളത് അടിക്കാൻ തീർക്കാൻ നല്ല കാര്യം. ഞാൻ നോക്കുന്നില്ലേ, ഞാൻ നിങ്ങളെ നോക്കുന്നില്ല കൈസ്, ഞാൻ നിങ്ങളെ നോക്കുന്നില്ല. നിങ്ങൾ കാരണമാണ് ഞാൻ അവിടെ ജീവിച്ചു പോണത്. ജീവിച്ചു പോകുന്നതെന്നാണോ അത് ആർഭാടായി ജീവിക്കുന്നതെന്നാണോ ഉദ്ദേശിച്ചത്? ജീവിച്ചു പോണത് നിങ്ങൾ കാരണമാണ്. കാരണം അപ്പൊ മാറ്റി നിങ്ങൾക്ക് ഇല്ലീഗൽ ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇതൊക്കെ ഇല്ലീഗൽ അല്ലേ? ആണോ? ഉൾപ്പെടെ എല്ലാം ഇല്ലീഗലാണ്. അല്ല ഈ ഗേൾസ് എല്ലാം ആയിട്ടുള്ള എന്തെങ്കിലും ഇടപാട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങള്? എന്താണ് ഗേൾസ് എല്ലാം ആയിട്ട്? ഞാനൊരു പുതിയ മാട്രിമോണി പേജ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അല്ല പിന്നെ ആണോ തുടങ്ങാൻ പോകണോ? എന്നാ പിന്നെ ഞാനുണ്ട്. ഇതാ ഫസ്റ്റ് ജോയിനിങ്. എത്ര പൈസ? സത്യം പറഞ്ഞു മര്യാദക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പെൺപിള്ളേരെ ലൈഫ് മാറ്റി ആണോ? കാശൊക്കെ അവളുമാരെ പിടിക്കൊണ്ടൊക്കെ പോകും. ഇതാണോ കുട്ടി? മറ്റേ കുട്ടി എന്താ പേര് പറഞ്ഞ കുട്ടി? പേരെന്താ പറഞ്ഞേ? ആര്യ? ഇതല്ലല്ലോ അപ്പാ പറഞ്ഞത്. ഇത് ആര്യ, ഇതല്ല. ഇത് ആര്യ, അത് അപ്പുറത്തെ. ഇത് അല്ല ആര്യ ഇങ്ങ് വരുവോ? ആര്യ ഇത് കൊറേ ഉണ്ടല്ലോ. അല്ലോ ഇതാരാ? ഹലോ ആനി. ഉസ്മാന്റെ പെണ്ണേതാ?
Hello. ഓക്കെ ഓക്കെ. അപ്പൊ ഉസ്മാന്റെ കുട്ടി ഒന്ന് ഇങ്ങോട്ട് വരും. ഉസ്മാന്റെ കുട്ടി ഷെയ്ക്ക് കൊണ്ടുവരാ. ഷെയ്ക്കിന് ഗേൾഫ്രണ്ട് ഇല്ല. കുട്ടിയും എവിടെ? ഓക്കെ ഓക്കെ. അതിന് ഇത് ഓക്കെ. എന്താ പേരെന്താ? എന്റെ പേര് ആന്യ. ആനിയ. ആന്യ, ANYA. ആ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല എനിക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചാ ഉസ്മാനായിട്ട് എന്താ കുട്ടി ഇത്? ഉസ്മാനായിട്ട് എന്താണോ? ഉസ്മാൻ ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു. ഇപ്പൊ അബ്രോഡ് പഠിക്കാൻ വരികയല്ലേ, ഒരു 1.5 വർഷത്തെ കോഴ്സ് ഞാനുണ്ട്. ആ അതെ അതെ. പക്ഷെ അപ്പൊ ഈ 1.5 വർഷം കുട്ടി സിംഗിൾ ആയിട്ട് നടക്കേണ്ടി വരൂലേ? അറിയില്ല, എന്താവും അറിയില്ല. വരുവോ ഇല്ലയോ ഒന്ന് വിളിച്ചൊക്കെ നോക്കണം ഇടയ്ക്ക്. ഞാൻ അറിഞ്ഞ ഒരു കാര്യം പറയട്ടെ. ഉസ്മാൻ പോയി. പോയി മീൻസ് അതാ ഞാൻ പറഞ്ഞു. ഓന് ഒരു അത്യാവശ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഇതിന്റെ തുടക്കം വളരെ ഇതായിട്ടാ വന്നത്, ചെറുതായിട്ടാണ് ഫസ്റ്റ് ഓന് ഇതിന്റെ തുടക്കം വന്നത്. പക്ഷെ പിന്നീട് ഇത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇതിലേക്ക് പോയിട്ടുണ്ട് മൂപ്പര്. അതാ ഞാൻ പറഞ്ഞത്. അതായത് ആ സംഭവം ക്യാൻസർ അങ്ങനത്തെ ഇതല്ല. ഒരു അല്ല ക്യാൻസർ അല്ല അതല്ല ക്യാൻസർ അതല്ല. ഒരു കുണ്ടനലിസം എന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട്. കുണ്ടനലിസം അതായത് നമ്മൾ കുറേ കാലം അല്ലെങ്കിൽ പണ്ട് മുതൽക്കേ കുറേ കാലം കുണ്ടനായി നടന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് മാറുമല്ലോ. മനസ്സിലാവും? ഈ പറഞ്ഞ പോലെ കുറേ നാൾ നമ്മളൊരാൾ കുണ്ടനായിട്ട് പിന്നെ ഒരു പെണ്ണിൻ്റെ അടുത്തോ വേറെ ആരെടുത്തെങ്കിലും പോവുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടാവുമ്പം എങ്ങനെ അപ്പൊ ഈ കുണ്ടലിസം എന്ന് പറഞ്ഞ രോഗത്തിലാണ് ഇപ്പോൾ ഉസ്മാന് പിടിപെട്ടിട്ടുള്ളത്. അതിൽ നിന്നൊരു തിരിച്ചു വരവില്ല. അതിനെ അങ്ങോട്ടൊന്നും തിരിച്ചു വരാനും പോകുന്നില്ല. അപ്പൊ ഞങ്ങക്ക് പറയാനുള്ളത് അപ്പൊ എനിക്ക് കുട്ടീനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഉസ്മാനെ എനിക്ക് കാക്കണ്ട. ആ പ്രതീക്ഷ വിട്ട് കുട്ടി വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ടേ പോയിക്കോ. കാരണം വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട എന്നുള്ള ഇതുകൊണ്ട് ഞാൻ പറയുന്നത്. കാരണം ഈ രോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന രോഗമല്ല. ഇത് വന്ന എല്ലാവരും ഇതായിട്ടുണ്ട്. ഇത് ഇസ്മായിലിന് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ അടുത്ത് തന്നെ അത് വരും. ഉസ്മാനിന് വന്നുകൊണ്ട് പോയി. അതുകൊണ്ട് കുട്ടീൻ്റെ നമ്പർ തന്നാൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പിലെല്ലാം അയക്കാം. ബായ് വിട്ട്. ഓക്കെ. വരുന്നു. കിട്ടി. ഓക്കെ. ആര്? അതാ ഞാൻ പറഞ്ഞ ഓന് കുണ്ടനലിസം എന്ന് പറഞ്ഞ രോഗമായി പോയില്ലേ. ഓൻ എങ്ങനെ ബായി പറയാനാ? ഓനിന് വരൂല. അതുകൊണ്ട് കുട്ടി പറ്റുമെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഷെയ്ക്ക് ഇങ്ങനെ നമ്മൾ കുറച്ചാളുണ്ട്. അപ്പം ബാക്കി കുട്ടീൻ്റെ ഇഷ്ടം ഞാൻ പറയാനുള്ള ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ മാക്സി പോയിട്ട് വരാട്ടാ. ഇതെന്താ അനക്ക് കേറിയില്ല? ഞാൻ ഇറങ്ങട്ടെ. ആരാ തന്നെ അന്യ ക്യാരി അടിക്കുന്ന അന്നാരോ ക്യാരി അടിക്കാന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ. ഇതാരാ സാറേന്നിത്? മൂക്കിത്തോണ്ടല്ല കേട്ടോ അപ്പൊ മൂക്കിത്തോണ്ടല്ല. അല്ല ഇത് സാറേന്നോ ആള്? ആര്യ അതായത് അപ്പാപ്പന്റെ? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കൊന്ന് സംസാരിക്കണം കേട്ടോ കുട്ടിയായിട്ട്. മനസ്സിലായി. ഞാൻ ഡ്രൈവ് ചെയ്ത അല്ല അപ്പാപ്പന ഇതാക്കിന്നാണല്ലോ അപ്പാപ്പ പറഞ്ഞത്. ഇത് വണ്ടാതിരുന്ന അടിയാവും. തൽക്കാലം വേറെ എന്തെങ്കിലും പറയാം. ഒഴിവാക്കും. അല്ല വേറെ നല്ലൊരാളുണ്ട്. അല്ല അത് ഞാൻ പറഞ്ഞോടത്തോളാം. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകുന്നേ?
നമ്മൾ ടക്കായിക്ക് എന്തോ കാണണം പറഞ്ഞു വിളിക്കുന്നുണ്ട്. ആ വല്ല ഉടായിപ്പായിരിക്കും കേട്ടോ. ആ ടക്കായിന്റെ പേര് ലയണ്ടാ ലയണ്ടാ ലയല്ലല്ല ടക്കായിന്റെ പേര് ലയല്ല. ലയണ്ടാവെന്ന് അറിയില്ല. ലയനെ കണ്ടപ്പോ എനിക്ക് എന്റെ കോടികൾ വില വരുന്ന വണ്ടികൾ എന്നെ മുക്കി ഊപിച്ചു പോയതാണ് അവന്. ആര് ടക്കായിയോ? സ്പീഡോ കണക്റ്റാ എന്തോ ഒപ്പിക്കാനുള്ള പ്ലാനാണപ്പോ. ഇത് കഴിഞ്ഞിട്ട് കാണാം. ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങാണോ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവള് ഉറങ്ങും. സീറ്റിലൊക്കെ അവള് കൂടുണ്ട്. അല്ല നിന്റെ കൂടെ ഇരിക്കണം എന്നൊരു ആഗ്രഹം പറയുമ്പോ നമ്മൾക്ക് പിന്നോട്ട് ഇരുന്ന് കൊടുത്തല്ലേ. ഹലോ കേട്ടോ ഇറങ്ങി നീ മറ്റേയാണോ നോക്കുന്നേ? ഞാൻ ഇപ്പം പോകുന്നു. കാല് വരെ വെച്ചു. മയമേഘം അല്ല നീ എവിടെയാണ്? ഞാനും മാറ്റിയേക്കാം. നല്ലൊരു ഡ്രസ് ഇറങ്ങണ്ടേ ഡ്രൈവ് ചെയ്ത് ഇറങ്ങണ്ടേ മീഡിയം തരല്ലേ? യൂട്യൂബ് ആകുമ്പോൾ ആ ലൈവിന്റെ ബാക്കി പകുതി നമുക്ക് വരും തോന്നുന്നു ഇതിൽ.